എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഏതൊരു കാര്യത്തിനും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകും. ലോകത്തിൻ്റെ ആരംഭം മുതൽ ഉണ്ടായിരിക്കുന്ന സംഭവമാണെന്ന് നമുക്കറിയാമല്ലോ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം ദൈവദാസന്മാർ പോസ്റ്റ് ചെയ്യുമ്പോഴും ഇതേ അനുഭവം തന്നെയായിരിക്കാം ഉണ്ടാകുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും ഉണ്ടാകാറില്ല. എന്നാൽ ഈ അടുത്ത സമയത്തായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ സഹിക്കുന്നത് മൂലമാണ് ഓരോരുത്തർ ഇത്രമാത്രം വളരുന്നത്, ഉപദ്രവം കൂടുന്നത്, തെറിവിളി കൂടുന്നത്. ക്രിസ്ത്യാനികൾ തിരിച്ച് തെറിവിളിച്ചു കഴിഞ്ഞാൽ ഈ തെറിവിളി കുറയും, ശത്രു ഓടി ഒളിക്കും, അവർ ഭയപ്പെടും. ഇപ്രകാരമുള്ള അഭിപ്രായങ്ങളുടെ ആഹ്വാനത്തിൻ്റെയും ഒക്കെ മേഖലകൾ ഇനിയുള്ള കാലത്ത് ഉണ്ടാവാൻ പോവുകയാണ്. ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ധ്യാനങ്ങൾ നടത്തിയവരും ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ കാലെ പിടിച്ചുള്ള ശുശ്രൂഷകൾ നടത്തിയവരും തിരിച്ചു പറയാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാനും നിങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. പല ധ്യാനകേന്ദ്രങ്ങളും ഓഡിറ്റോറിയങ്ങളും കല്യാണ മണ്ഡപങ്ങളും ആയി മാറാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കും കൂടെ നമ്മൾ നടക്കുകയാണ്. നേരത്തെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കഴിഞ്ഞിരുന്ന അനേകം വ്യക്തികൾ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് യാതൊരു വിലയുമില്ലെന്ന് മനസ്സിലാക്കി നിരീശ്വരവാദത്തിലേക്ക് ഓടിപ്പോകുന്ന ഒരു സമയം ഇപ്പോൾ തന്നെ ആഗതമാകുകയാണെന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പോൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ അവരവർ ആയിരിക്കുന്ന കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളുടെ കൊച്ചു കൊച്ചു സഭകൾ, ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകൾ, പുരാതന സഭകൾ എന്ന് അഭിപ്രായപ്പെടുന്നവർ, പത്രോസിൻ്റെ കൈവെപ്പ്, പത്രോസിൻ്റെ സിംഹാസനത്തിൻ്റെ പിന്തുടർച്ച എന്ന് അവകാശപ്പെടുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന സഭകളും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ വിശ്വാസികളെ അടിച്ചാൽ തിരിച്ചടിക്കുവാനും തെറിവിളിച്ചും എതിരാളികളെ തോൽപ്പിക്കുവാൻ പഠിപ്പിക്കുന്ന ധ്യാനഗുരുക്കന്മാരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തു പറഞ്ഞു, നിൻ്റെ ഒരു കർണത്തടിച്ചാൽ മറുകർണം കാണിച്ചു കൊടുക്കണം. സുവിശേഷത്തെ പ്രതി ഒരു കർണത്തടിച്ചാൽ മറുകർണം കാണിച്ചു കൊടുക്കണം. ശിഷ്യരോടാണത് പറഞ്ഞത്, നാട്ടുകാരോടല്ല. ക്ഷമിക്കാൻ പറഞ്ഞു, സഹോദരങ്ങളോട് ക്ഷമിക്കാൻ പറഞ്ഞു. റോമാക്കാർ യേശുക്രിസ്തുവിനെ പീഡിപ്പിക്കുകയും ചാട്ടവാർ അടിക്കുകയും ചെയ്തപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തുവിനെയാണ് ഒരു ധ്യാനകേന്ദ്രം വിട്ട് അവിടെ ഡയറക്റ്റായിട്ട് ഇരിക്കുന്ന വചനപ്രഘോഷകരോ ധ്യാനഗുരുക്കന്മാരോ ആരോ ആയിക്കൊള്ളട്ടെ, സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് തൻ്റെ മുമ്പിൽ വരുന്നവരെല്ലാം ഓച്ചാനിച്ച് കൈകൂപ്പി നിൽക്കുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് ധ്യാനഗുരുക്കന്മാർ അന്നത്തെ കാലത്ത് കടന്നുപോയത്. എന്നാൽ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞപ്പോൾ ബഹുമാനിക്കപ്പെടുന്നവരെ പോലും പച്ച തെറി വിളിച്ചുകൊണ്ട് പരിഹസിക്കുകയും അപഹസിക്കുകയും മറുപടിക്ക് പകരം കളിയാക്കുകയും ചെയ്യുന്ന തലതെറിച്ച ചില പിള്ളേർ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ പല ധ്യാനഗുരുക്കന്മാർക്കും നൊമ്പരമായി. തങ്ങളുടെ പേര്, തങ്ങളുടെ ബഹുമാനം നഷ്ടപ്പെടുകയാണ്. ചിലവർ കമൻറ്റ് ബോക്സ് തന്നെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കാരണം തെരുവിളിയേക്കാൻ വയ്യ, മറ്റുള്ളവരുടെ ബഹുമാനം എനിക്ക് കുറയുമോ, ഇതൊക്കെ ഒരിക്കൽ ആയിരിക്കാം അവരൊരു പക്ഷെ ചിന്തിക്കുന്നത്. ഇതിൽ ചില ധ്യാനഗുരുക്കന്മാർ അമർഷം പൂണ്ടിട്ട് അവർ പ്രസംഗിക്കാൻ തുടങ്ങി, പ്രതികരിക്കണം. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില സഭയുടെ ചില കമൻറ്റ് ബോക്സുകൾ ശ്രദ്ധിച്ചപ്പോൾ കാണാൻ സാധിച്ചത്, ആ സഭയ്ക്കെതിരെ ഒരാൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഇപ്പോൾ ആ സഭയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മറ്റൊരു ക്രിസ്തീയ സഭയായിക്കോട്ടെ കമൻ്റ് ഇടുകയാണെങ്കിൽ ഇവിടുത്തെ പിള്ളേർ ഭയങ്കരമായിട്ട് തെറി വിളിച്ച് ഒട്ടിക്കുക. എന്നിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയും, സഭയെക്കുറിച്ച് പറയും. അമ്മയ്ക്കും അച്ഛനും എല്ലാത്തിനും തെറി വിളിച്ചിട്ടാണ് യേശുക്രിസ്തു. അപ്പോൾ ഇവൻ്റെ തലയിൽ ആരോ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ വരുവാണെങ്കിൽ അവനെ തെറി വിളിച്ച് ഓട്ടിപ്പിക്കണം എന്നുള്ള രീതിയിൽ ആരോ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ചാനലിലും ഉണ്ട്. ചിലവർ ചോദ്യം ചോദിച്ചു വരും. ചോദ്യം ചോദിക്കുന്നതിന് ഇവിടുത്തെ തിയോളജി സ്റ്റുഡൻസ് വ്യക്തമായി അവർക്ക് ഉത്തരം കൊടുക്കും. ഉത്തരം മുട്ടുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് പിന്നെ പരിഹാസമായി, പിന്നെ കളിയാക്കായി. അതാണ് അവർ പറയുന്നത്, സ്റ്റുഡൻസ് പറയുന്നതാണ്. പിന്നെ അവർ കളിയാക്കുക, ഹറാസ്മെൻറ്റ് ചെയ്യുക. ഉത്തരം മുട്ടുമ്പോഴാണ് ഒരാൾ ഹറാസ്മെൻറ്റ് ചെയ്യുന്നത്. ഉത്തരമുണ്ടെങ്കിൽ അവ ഒരിക്കലും ഹറാസ്മെൻറ്റ് ചെയ്യത്തില്ല. ഭയങ്കര മിടുക്കനാണെന്നൊക്കെ പറഞ്ഞ് വരുന്നവർ പോലും ഞാൻ നിന്നെയല്ല നിൻ്റെ അപ്പുറം കണ്ടിട്ടുണ്ടടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നവർ പോലും ചെയ്യുന്നത് ഹറാസ്മെൻറ്റാണ്. അവന്മാർക്ക് വചനം കൊണ്ട് ആൻസർ ചെയ്യാനോ ചരിത്രങ്ങൾ കൊണ്ട് ആൻസർ ചെയ്യാനോ അവന്മാർക്ക് സാധിച്ചിട്ടില്ല.
ഇല്ല. അതാണ് സത്യം. ചരിത്രം കൊണ്ട് ആൻസർ ചെയ്യാനും വചനം കൊണ്ട് വളരെ വ്യക്തമായി സംവാദത്തിൽ ഏർപ്പെടാനോ ഇവർക്കൊന്നും ത്രാണിയില്ല എന്നുള്ളതാണ് സത്യം. അതിന് പകരമായിട്ട് തേജോവധം ചെയ്യുക, വ്യക്തിഹത്യ നടത്തുക, അതേപോലെ തന്നെ തെറി വിളിക്കുക, ഇതാണ് ഇവർ ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ ചില ധ്യാനഗുരുക്കന്മാർ ഇതിൻ്റെ പിന്നിലുണ്ട്. അത് നാം മനസ്സിലാക്കേണ്ട വളരെ അപകടകരമായ ഒരു കാര്യമാണത്. ബഹുമാനപ്പെട്ട വ്യക്തികൾ നടത്തുന്ന ധ്യാനകേന്ദ്രത്തിൽ ഒരു സാക്ഷ്യം നടന്നു. ആ സാക്ഷ്യത്തെ യൂട്യൂബിൽ അവരെടുത്തിട്ടു. ആ സാക്ഷ്യത്തെ പെട്ടെന്ന് അത് ആരൊക്കെയോ എടുത്ത് ട്രോളാക്കി, ചീത്തവിളിയായി, തെറിവിളിയായി, പിന്നെ ഈ പറയുന്ന കണക്ക് പരിഹാസമായപ്പോൾ ധ്യാനഗുരുവിൻ്റെ യഥാർത്ഥത്തെ ക്ഷമിക്കുന്ന സ്നേഹം എന്ന് പ്രസംഗിച്ച പല ധ്യാനഗുരുക്കന്മാരും അത് പതുക്കെ മടക്കി പോക്കറ്റിൽ വെച്ചു. എന്നിട്ട് തങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരടുത്ത് പറഞ്ഞു, എന്തു ചെയ്യണം, അവനെ തെറി വിളിച്ചോട്ടിക്കുക, അല്ലെങ്കിൽ അവൻ്റെ അതേ നാണയത്തിൽ തന്നെ ഇടപെടുക. ഞാൻ ഉൾപ്പെടെയുള്ളവർ പലപ്പോഴെങ്കിലും തയ്യാറാകുമായിരിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ്. യേശുക്രിസ്തു മണ്ടനാണ്. യേശുക്രിസ്തുവിലുള്ള ജീവിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടിട്ടല്ലേ ഈ ധ്യാനഗുരുക്കന്മാർ വഴിതെറ്റിയിരിക്കുന്നത്. അവർക്ക് യേശു ദൈവമാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. യേശുവിനെയല്ലേ അവർ പ്രഘോഷിക്കുന്നത്. യേശുവിനെ പ്രഘോഷിക്കണമെങ്കിൽ യേശുവിനെ പോലെ സഹിക്കുന്നവരായിരിക്കണം. യേശുവിനെ പ്രഘോഷിക്കുന്നുവെങ്കിൽ യേശുവിനെ പോലെ ക്ഷമിക്കുന്നവരായിരിക്കണം. അപ്പോൾ നിനക്കെന്താ ഇത് പറയാൻ യോഗ്യത? ഞങ്ങളിത് അനുഭവിക്കുന്നതാ, ഞങ്ങളിത് അനുഭവിച്ച് ഞങ്ങൾ മാതൃക കാണിക്കുന്നവരാണ്. അത് തന്നെ ഞങ്ങളുടെ യോഗ്യത. എന്നെ തെറി വിളിച്ചതിൻ്റെ അത്രയൊന്നും തെറി നിങ്ങളെയൊന്നും കേരളത്തിലെ ഒരാൾ പോലും വിളിച്ചിട്ടില്ല. ഞങ്ങൾ കേൾക്കുന്നതിൻ്റെ അത്രയും ഹറാസ്മെൻറ്റ് നിങ്ങളൊന്നും കേട്ടിട്ടില്ല. ഇന്ന് കേരളത്തിലെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും, ഇപ്പോൾ ഞാൻ ഓഗി പ്രവചനത്തിൻ്റെയൊക്കെ മലയാറ്റൂർ വെച്ച് പ്രവചനം നടത്തിയതിന് കിട്ടിയ തെറിയുടെ അത്രയും ഒരു കാൽഭാഗം നിങ്ങൾക്കാർക്കും കിട്ടിക്കാണത്തില്ല. എന്നിട്ട് ഈ തെറി വിളിച്ചവരെല്ലാം ഞങ്ങൾ ശപിച്ചു, അല്ലെങ്കിൽ ഈ തെറി വിളിച്ചവർക്കെല്ലാം ഞങ്ങൾ അത് ബദലായിട്ട് ശത്രുത കാണിച്ചു. ഞങ്ങൾ ക്ഷമിക്കുകയും മാതൃക കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്കിത് പറയാൻ അവകാശമുണ്ട്. ഞാനിത് പറയുന്നത് ഈ അടുത്ത സമയത്ത് പ്രധാനപ്പെട്ട ഒരു സഭയുടെ അവരുടെ തന്നെ ഔദ്യോഗിക ചാനൽ ശ്രദ്ധിച്ചപ്പോൾ അതിൻ്റെ അകത്ത് പച്ച തെറി വിളിച്ചിട്ടാണ് ഈ സഭയ്ക്ക് വേണ്ടി പിള്ളേർ വാദിക്കുന്നത്. ഭയങ്കരമായിട്ട് തെറി വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ ആ തെറിയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ ആലോചിച്ചു, അയ്യോ ഈ സഭ ഇത്രയും എന്താ പറയുന്നത്, ഒരു മ്ലേച്ഛമായി പോയോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു. നമ്മൾ ബഹുമാനിക്കപ്പെടുന്ന സഭകളല്ലേ ഇതെല്ലാം. അപ്പോൾ അവിടെയൊക്കെ ധ്യാനഗുരുക്കന്മാരാണ് യേശുവിനെ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ, യേശുവിനെ കാണിച്ചു കൊടുക്കാൻ ഇതൊരു അവസരമാണ്. ഇത്രയും തെറി വിളിക്കുമ്പോഴും ശാന്തനായി നിൽക്കുകയും അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ധ്യാനഗുരുക്കന്മാർ കേരളത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഈ വരും തലമുറകൾ അതാണ് പഠിക്കേണ്ടത്. അല്ലെങ്കിൽ മറ്റ് വാളെടുത്ത് മനുഷ്യനെ കൊല്ലുന്ന മതങ്ങളും ക്രിസ്തീയ മതങ്ങളും തമ്മിൽ വ്യത്യാസമില്ലാതായി പോകും. ഇവിടെ ക്ഷമിക്കുന്ന യേശുക്രിസ്തു പറഞ്ഞു, ക്ഷമിക്കാൻ പറഞ്ഞു. ഇന്നത്തെ ധ്യാനഗുരുക്കന്മാർ പറഞ്ഞു തിരിച്ചടിക്കടാന്ന് പറയുന്നു. യേശുക്രിസ്തു പറയുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. ഇവിടുത്തെ ധ്യാനഗുരുക്കന്മാർ കമൻറ്റ് ബോക്സിലിട്ട് തെറി വിളിക്കട എന്ന് പറഞ്ഞാൽ ഈ ധ്യാനഗുരുക്കന്മാർ യേശുവിൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കും. സെൻറ്റിമെൻറ്റ്സ് ഗോസ്പൽ, സാഹചര്യമനുസരിച്ച് ഗോസ്പലിനെ മാറ്റും. ഇന്ന് പറഞ്ഞത് നാളെ തിരുത്തി പറയും, നാളെ പറഞ്ഞത് മറ്റന്നാൾ തിരുത്തി പറയും. സ്റ്റേബിളായിട്ട് ഒരിടത്ത് നിൽക്കത്തില്ല. വിഗ്രഹാരാധന തെറ്റാണെന്ന് പറഞ്ഞാൽ മരിച്ചാലും ശരി തെറ്റാണെന്ന് പറയണം. അന്യ കൾച്ചർ തെറ്റാണെന്ന് പറഞ്ഞാൽ അന്യ കൾച്ചർ തെറ്റാണെന്ന് തന്നെ ചാകേണ്ടി വന്നാലും പറയണം. ആര് പുറത്താക്കിയാലും ശരി പറയണം. ദൈവം പുറത്താക്കത്തില്ല. ഇതിനൊക്കെ ആർജവം വേണം, ത്രാണി വേണം. ഇപ്രകാരമുള്ള ഒരു കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷനിൽ പോലും പലരും മലക്കം മറിയുന്ന കണക്ക് തൻ്റെ അഭിപ്രായങ്ങൾ മാറ്റി പ്രസംഗിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ആമോസിനെ പോലെ പ്രവാചകന്മാർ ഉണരേണ്ടത് ആവശ്യമാണ്. ആമോസിനെ പോലെ ഗർജിക്കുന്ന സിംഹങ്ങൾ ഈ കേരളത്തിൽ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. ജീസസ് വിഷനിലുള്ള കംപ്ലീറ്റ് വ്യൂസിനോടും സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്. നിങ്ങൾ ബഹുമാനിക്കുന്ന പല ധ്യാനഗുരുക്കന്മാരും അല്ലെങ്കിൽ പ്രവാചകരെന്ന് അവർക്ക് ക്യാപ്ഷൻ കൊടുത്ത്
പറയപ്പെടുന്ന ധ്യാനഗുരുക്കന്മാരൊക്കെ ഉണ്ടാവാം. ജീസസ് വിഷൻ വേവ്സിനോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. നിങ്ങൾ നിഷ്പക്ഷമായി കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മനുഷ്യരായ ലീഡേഴ്സിൻ്റെ വാക്കുകൾ അളന്ന് തൂക്കിയേ മനസ്സിലാക്കാവൂ. അവർ കൊല്ലടാന്ന് പറയുമ്പോൾ നിങ്ങൾ കൊല്ലാൻ ഇറങ്ങരുത്. അവർ തിരിച്ചടിക്കാൻ പറയുമ്പോൾ നിങ്ങൾ തിരിച്ചടിക്കാൻ ഇറങ്ങരുത്. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ അത്യുന്നതനും നിങ്ങളെ സ്നേഹിക്കുന്നവനും നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ നിങ്ങളെ മാറോട് ചേർത്ത് അണയ്ക്കാൻ വരുന്നവനുമായ യേശു ക്രിസ്തു ഇവർ പറയുന്ന കണക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾ അന്യ ആരാധന നടത്താൻ പറയുമ്പോൾ യേശുവിന് ഇത് ഇഷ്ടമാണോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. അങ്ങനെ മനുഷ്യനെ നോക്കാതെ ദൈവത്തെ മാത്രം നോക്കി ജീവിക്കുന്ന ഒരു ജനം കേരളത്തിൽ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇത് തകരും. യാതൊരു സംശയവുമില്ല. എഴുതി വെച്ചോ, ഇത് തകരും. ചെറുപ്പക്കാരുടെ എണ്ണം ചർച്ചുകളിൽ കുറയും. ചെറുപ്പക്കാരികളുടെ എണ്ണം ചർച്ചുകളിൽ കുറയും. ചർച്ചുകളിൽ കഞ്ചാവും മദ്യത്തിനും അടിമയായി നിൽക്കുന്ന പുതിയ യുവതലമുറയെ കാണേണ്ടി വരും. കാറ്റീസം ക്ലാസ്സുകളിൽ ആൾ കുറയും. ഇങ്ങനെയുള്ള സാഹചര്യത്തിലേക്കാണ് എല്ലാ സഭകളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമുക്ക് വിശ്വസിക്കുവാൻ രണ്ട് കാര്യമേ ഉള്ളൂ, വേറൊന്നുമില്ല. ബാക്കി ഒന്നിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. രണ്ട് കാര്യം. ഒന്ന് ബൈബിളാണ്. ബൈബിളിനെ നമുക്ക് വിശ്വസിക്കാം. ബൈബിൾ ഒരു താളിനെയെങ്കിലും വിശ്വസിക്കാം. ഞാൻ പറയുന്നില്ല അത്രയും ബൈബിളിലെ പേജുകളെ മൊത്തവും നീ വിശ്വസിച്ചാലേ രക്ഷപ്പെടൂ എന്നല്ല ഞാൻ പറഞ്ഞത്. അത്രയും വിശ്വസിക്കേണ്ടെന്നല്ല. പക്ഷേ എൻ്റെയൊക്കെ വിശ്വാസം അനുസരിച്ച് ബൈബിളിലെ ഏതെങ്കിലും ഒരു താള് മതി. അതിലെ അത്രയും വാക്യങ്ങൾ നീ വിശ്വസിച്ചാൽ പോലും നിനക്ക് ദൈവരാജ്യത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാം അധ്യായം 7-ാം അധ്യായം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രമാണമാക്കണം. ജീവിതത്തിൻ്റെ പ്രമാണമാക്കി നിങ്ങൾ മാറ്റണം. ബൈബിളിനെ വിശ്വസിക്കുക. അതേപോലെ തന്നെ വിശ്വസിക്കാം പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവ് വഴി യേശുക്രിസ്തുവിനെയും പിതാവിനെയും നിങ്ങൾ വിശ്വസിക്കുക. ഈ പേരെ അല്ലാതെ ഒറ്റൊരെണ്ണത്തെ വിശ്വസിക്കുവാനോ നമുക്ക് സ്വീകരിക്കുവാനോ കൊള്ളാത്ത കാലമാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. എന്ത് ചെയ്യുമ്പോഴും, എന്ത് പ്രസംഗിക്കുമ്പോഴും, എന്ത് പോസ്റ്റ് ചെയ്യുമ്പോഴും ഈ തമ്പുരാന് ഇഷ്ടമാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. മനുഷ്യരുടെ ഇഷ്ടം നോക്കരുത്. അങ്ങനെ ജീവിക്കുക. ആഹാബിൻ്റെ കാലത്ത് ദൈവത്തിൽ നിന്നകന്ന് സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ബാലിൻ്റെ പിന്നാലെ പുരോഹിതരും ജനങ്ങളും രാജാക്കന്മാരും പോയപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞ് മാറി നിന്ന ഏലിയാവിനെ നിങ്ങൾ ഓർക്കണം. ഏലിയാവ് പരാതി പറഞ്ഞ് നിലവിളിച്ചപ്പോൾ ദൈവം പറയുവാണ്, യേശുക്രിസ്തു പറയുക, ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്: ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരും എനിക്ക് ഇസ്രായേലിലുണ്ട്. അപ്പോൾ ദൈവം പോലും അത് അംഗീകരിക്കുന്നു. അതുകൊണ്ട് സംസ്കാരങ്ങളുടെ പേര് പറഞ്ഞും തങ്ങൾ ഗുരുക്കന്മാരെ എതിർക്കുന്ന ഏതൊരു വ്യക്തിയെയും തിരിച്ച് തെറി വിളിക്കണമെന്നുള്ള ഉപദേശം കൊടുത്തും നിങ്ങളെ ആത്മീയ അധംപതനത്തിലേക്ക് നയിക്കുന്ന എല്ലാ വ്യക്തികളെയും നിങ്ങൾ സൂക്ഷിക്കുക. അവരെ ദൈവം അയച്ചതല്ല. ആരായാലും അവരെ ദൈവം അയച്ചതല്ല. മറ്റൊരു കാര്യം കൂടെയും പറഞ്ഞുകൊള്ളട്ടെ. ഇന്നത്തെ കാലത്ത് പുരാതന സഭയിലെ ജനങ്ങൾക്ക് പറ്റിയ, ഞാൻ അതിൻ്റെ ലീഡേഴ്സിനെ പറയുന്നില്ല, ജനങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റാണ് ബെന്തക്കോസുകാരെ തെറി വിളിക്കുന്ന ആര് വന്നാലും ഇവരെല്ലാം നമ്മുടെ ആൾക്കാരാണെന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥയാണ്. ബെന്തക്കോസുകാരെ 10 തെറി വിളിച്ചാൽ മതി, ഇവൻ നമ്മുടെ ആളാണ്. ഇപ്പം ബെന്തക്കോസ് ശത്രുവാണ്, അവൻ്റെ ശത്രു നമ്മുടെ മിത്രമാണ്. ഇവൻ ആരാണെന്നോ ഇവൻ എന്താണെന്നോ ഇവൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്നോ തിരിച്ചറിയാതെ അവനെ പൊക്കി അങ്ങെടുക്കും. അവർ വേദി പങ്കിട്ട് കഴിയുമ്പോൾ ഇവരുടെ തനി സ്വഭാവം പുറത്തു വരും. ഇവർ പാമ്പാണെന്നുള്ളത് മനസ്സിലാവും. പക്ഷേ ചില തലമുറകൾ ഇവരുടെ കെണിയിൽ പെട്ടുപോകും. അതാണ് വരുന്നത്. ഒരാത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ ആ ആത്മാവിൻ്റെ നഷ്ടം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ബെന്തക്കോസുകാരെ തെറി വിളിക്കുന്നവരെല്ലാം ഈ പുരാതന സഭയുടെ മിത്രങ്ങളാണെന്നുള്ള ധാരണ എത്രയും വേഗം മാറ്റിയില്ലെങ്കിൽ അതും അപകടമാണ്. കാരണം അത് വെച്ച് അവൻ്റെ വിഷം അവൻ പഠിപ്പിച്ചെടുക്കും. അതാണ് വരുന്നത്. അവൻ്റെ വിഷം അവൻ പഠിപ്പിക്കും. അവൻ്റെ വിഷത്തിലേക്കും അവൻ്റേതായ മേഖലയിലേക്കും അവൻ വലിച്ചെടുത്തുകൊണ്ട് പോകും. പക്ഷെ അവൻ കൊണ്ടുപോകാൻ എന്താണ് ഉപയോഗിച്ചത്? അവൻ ബെന്തക്കോസുകാരെ തെറി വിളിച്ചാണ് അത് ഉപയോഗിക്കുന്നത്.
നിങ്ങൾക്ക് 5 തലമുറകൾ കൈമാറി വന്ന ഒരു വീട് നിങ്ങൾക്ക് കിട്ടി. ആ വീടിൻ്റെ ഭിത്തികളിലെല്ലാം ധാരാളം ചെളിയും പായലും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് തോന്നി, ഞാൻ ഈ വീട് വൃത്തിയാക്കും, ഇതിൻ്റെ ചെളിയും പായലെല്ലാം മാറ്റി കഴുകി നീറ്റാക്കും എന്ന് നിങ്ങൾക്ക് തോന്നി. നിങ്ങൾ കഴുകാൻ തുടങ്ങിയപ്പോൾ അവിടെ താമസിക്കുന്ന അതേ വീടിൻ്റെ ഉത്തരവാദിത്തമുള്ള ബാക്കി മക്കൾ പറഞ്ഞു, പറ്റത്തില്ല, ഇത് ഞങ്ങളുടെ അപ്പൂപ്പന്മാരുടെ കാലം മുതലേ ഇരിക്കുന്ന ചെളിയും പായലും, ഇത് മാറ്റാൻ പറ്റത്തില്ല, ഇത് പാരമ്പര്യമാണ്, ഇത് മാറ്റാൻ പറ്റത്തില്ല. അവർ പറയുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് എന്നാൽ മാറ്റുന്നില്ല, എന്നാൽ മാറ്റണ്ട എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ വീട് അധികം നാൾ നിൽക്കത്തില്ല. അത് രവിച്ച് അത് പന്നലായി അത് പോവും. എന്നാൽ നിങ്ങൾ ആരൊക്കെ എതിർത്താലും എനിക്കാണ് ഈ വീട് ദൈവം തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഈ ചെളി ഞാൻ മാറ്റും, ഞാൻ കഴുകും, ഞാനത് വൃത്തിയാക്കും. അപ്പോൾ നിങ്ങൾ കഴുകാൻ ശ്രമിക്കുമ്പോൾ വേറെ കുറച്ച് പേര് വന്നിട്ട് ആ ചെളിയെ ന്യായീകരിച്ചുകൊണ്ട് അവിടെ ഒരു പ്രസംഗം നടക്കുകയാണ്. ഈ ചെളി അങ്ങനെയാണ്, ഈ ചെളി കറങ്ങിത്തിരിഞ്ഞ് സംസ്കാരമായി നമ്മുടെ ഇടയിൽ വന്നു കയറിയതാണ്, ഈ ചെളിയിലും ദൈവം വസിക്കുന്നുണ്ട്, ഈ ചെളിയിൽ നോക്കിയാൽ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുത്തൻ അവിടെ നിന്നോട് വാചമടിച്ചാൽ അവൻ ആ വീടിനെ നശിപ്പിക്കാൻ വന്നവനാണ്. അതേസമയം ചെളി കടക്കുന്നത് മായ്ക്കണം, അത് പാടില്ല എന്ന് പ്രസംഗിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ദൈവം അയച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണ്ട് മുതലേ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണത്. ഇതിൻ്റെ അകത്ത് വന്ന, സഭയുടെ അകത്ത് വന്ന അനേകം ചെളികളുണ്ട്, കടന്നുകൂടാൻ പറ്റാത്തതായ കുറേ കാര്യങ്ങളുണ്ട്. അതിനെ വചനം കൊണ്ട് അടിച്ച് നമ്മൾ പുറത്താക്കുമ്പോൾ ആദ്യം 5 പേര് മാനസാന്തരപ്പെടും, അടുത്ത 5 പേരാവും, അടുത്ത 5 പേരാവും. പതുക്കെ പതുക്കെ ജനങ്ങൾ ഈ ചെളിയിൽ നിന്ന് മാറാൻ തുടങ്ങും. എന്നാൽ ഈ ചെളിയെ പൂശി പ്രസംഗിക്കുക, ഈ ചെളി ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് താലോലിക്കുകയാണെങ്കിൽ ഇതിനെ നശിപ്പിക്കുകയാണ് ഇവർ. ഇങ്ങനെയും കുറേ എണ്ണം കയറിയിട്ടുണ്ട്. ഇവിടെ നിന്നെല്ലാം ജീസസ് വിഷൻ വീവ്സ് വ്യക്തമായി നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിച്ച് ഇങ്ങനെയുള്ള ആൾക്കാരെ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ആൾക്കാരെ മനസ്സിലാക്കുക. ചെളിയെ ചെളിയാണെന്ന് തന്നെ പ്രസംഗിക്കണം. അവിടെ ഒരു മുഖവും നമ്മൾ നോക്കരുത്, ദൈവത്തെ മാത്രം നോക്കുക. അങ്ങനെ നമ്മൾ പ്രസംഗിക്കുകയും നമ്മൾ ചെളിയിൽ നിന്ന് മാറി നിൽക്കാൻ പരിശീലിക്കുകയും ചെയ്യുക.